എന്തായാലും എന്റെ വിരട്ട് ശരിക്കും ഏറ്റിട്ടുണ്ട്. സംഗതി അവളുമാര് പുറത്തു വിട്ടിട്ടില്ലെന്നുള്ളത് ഉറപ്പാ. എങ്കിലും ഒരു തടവയ്ക്കാനുള്ള മുൻകരുതലൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. എങ്ങനെ? അതൊക്കെ ഒരു തന്ത്രമാണ് എന്റെ വിനോദേ. എന്ത് തന്ത്രം ചെയ്താലും വേണ്ടിയില്ല, അതിങ്ങളെ ഒന്നുകൂടി വിളിപ്പിക്ക് തോമാച്ച. നീ ആള് കൊള്ളാമല്ലോടാ. ഡൽഹിന്ന് ഒരു കോളുണ്ട്. ഹലോ, യാ ഡാഡിയാണോ? വിനോദ ഡാഡി? ഫൈൻ. അത് പിന്നെ പറയാം. നോ ഡാഡി, നെവർ നെവർ. യാ ഇവിടെ ഉണ്ട്, കൊടുക്കാം. യാ നമസ്കാരം ഭാസ്കർജി. ഒരു കുഴപ്പമില്ല. കൊഞ്ചും ചെറുമീനൊക്കെ കൂട്ടി നല്ല കുട്ടിയായിട്ടിരിക്കുക. ബൈ ദ ബൈ, അവിടുത്തെ പ്രോബ്ലം എന്തായി? അതൊരു പ്രശ്നമേ അല്ല. ഒരാഴ്ചയോ ഒരു മാസമോ എത്ര നാൾ വേണമെങ്കിലും എന്റെ കൂടെ നിന്നോട്ടെ. ദിസ് പ്ലേസ് ഈസ് മോസ്റ്റ് കംഫർട്ടബിൾ ഫോർ ഹിം. അവിടുത്തെ പ്രോബ്ലം സോൾവ് ചെയ്തിട്ട് കൊണ്ടുപോയാൽ മതി. വിനോദിന് കൊടുക്കണോ? ഓക്കെ, താങ്ക് യു. നിന്നെ ഡാഡിക്ക് ഒട്ടും വിശ്വാസമില്ല കേട്ടോ. ഞാൻ കൊടുത്ത് ഉറപ്പൊക്കെ കേട്ടല്ലോ. നല്ല കുട്ടിയായിട്ട് ഞാൻ പറഞ്ഞ കാര്യം ശരിയാക്കി തന്നില്ലെങ്കിലുണ്ടല്ലോ. എന്താ തോമാച്ച, ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ലേ? ചന്ദ്രു, വാ വാ വാ. ഇത് നമ്മുടെ ഭവാനിയമ്മയുടെ മൂത്ത മോനെ. സാറിനെ വന്ന് കാണണമെന്ന് മേസ്ത്രി പറഞ്ഞു. ഞാൻ പറഞ്ഞു വിട്ടതാ. എന്താണാവോ? നാണമില്ലടാ നിനക്ക് ആ രാമുവിന്റെ പിച്ചച്ചട്ടി കൈയിട്ട് വരാൻ. ചട്ടം പിത്തരം കാണിച്ചിരുന്ന അച്ഛനെ പോലെ കിടക്കാവുന്നതാണോ? അച്ഛനിപ്പോ എങ്ങനെയുണ്ട്? വലത്തെ കാലിന് ഇത്തിരി സ്വാധീനമുണ്ട്, അതുകൊണ്ടുള്ള മേട ഇപ്പോ. കൊള്ളാം. ഞാൻ നിന്നെ വിളിപ്പിച്ചത് വേറൊരു കാര്യം പറയാനാ. പറമ്പിലെ കാര്യങ്ങൾ നോക്കാൻ മേസ്ത്രിയും കൊണ്ട് ഒറ്റയ്ക്ക് പറ്റത്തില്ല. നീയും കൂടെ കൂടിക്കോ. ചട്ടം പിത്തരം ഒന്നും കാണിക്കാതെ മര്യാദയ്ക്ക് നിന്നോണം. ഒന്നും അടിക്കുന്നോ? അയ്യോ പിടിയടാ. ഞാൻ ഈ കാര്യത്തിൽ വലിയ ഭവ്യതൊന്നും വേണ്ടടാ. വേണമെങ്കിൽ ഒന്ന് അടിച്ചോ. എന്നാ. അയ്യോ സോഡ വേണ്ട. ഓ മൈ ഗോഡ്, ഇങ്ങനെ കഴിച്ചാൽ ലിവർ അടിച്ചു പോവും. വെള്ളം ഒഴിച്ചാൽ അതിന്റെ എരും പുളിയൊക്കെ പോവും, അതുകൊണ്ടാ. പിന്നെ ഭവാനിയമ്മ എന്താ ഇപ്പൊ ഇങ്ങോട്ട് കാണാത്തെ? തള്ളേന്റെ കാര്യമൊന്നും പറയണ്ട സാറേ. 2 ദിവസം പണിയെടുത്താ 3 ദിവസം കിടപ്പാ. അപ്പൊ ആള് കിടപ്പിലാണോ? ഞാൻ വീട്ടിലേക്ക് പോയിട്ട് 3-4 ദിവസമായി. ഒരു പണിയേ, ഇത് ഭവാനിയമ്മയ്ക്ക് കൊടുത്തേക്ക്. മരുന്ന് വല്ലതും വാങ്ങിച്ച് കഴിക്കാൻ പറ. പിന്നെ സുഖമില്ലെങ്കിൽ അവര് വരണ്ട, വാസന്തിയോട് വരാൻ പറ. 10 രൂപ കിട്ടുന്നെങ്കിൽ അത് നിങ്ങളുടെ കുടുംബത്തിലോട്ട് ആയിക്കോട്ടെ. എന്താ പറയാം? പറ്റേ സാർ. രൂപ വീട്ടിൽ കൊടുക്കണം, ഞാൻ ചോദിക്കും. തന്ത്രം എന്താണെന്ന് ഇപ്പൊ മനസ്സിലായോ? മന്ത്രം പഠിച്ചവൻ തന്ത്രി, തന്ത്രം പഠിച്ചവനോ മന്ത്രി. ലക്ഷ്മി, കുറെ നേരമായാലോ രണ്ടുപേരും കൂടെ പുന്നാരം തുടങ്ങിയിട്ട്. വന്ന് അവർക്ക് കാപ്പി എടുത്ത് കൊടുക്കുവണ്ണേ. വെറ്റില പാത്രം വെച്ചിരിക്കണേ. വരുന്നു മോനെ. എനിക്ക് 9 വയസ്സുള്ളപ്പോ അച്ഛൻ മരിച്ചു. സ്കൂളിൽ പോക്ക് നിർത്തി അന്ന് ഇറങ്ങിയതാ പണിക്ക്. ചേച്ചിയെ കെട്ടിച്ചു. ഇപ്പോ ഞാനും അമ്മയും മാത്രം. സ്വന്തമായി 5 സെന്റ് മണ്ണുണ്ട്, അതിലൊരു കൊച്ചു വീടും. തേച്ചിട്ടില്ല, ഇനി വേണം ഒക്കെ ചെയ്യാൻ. അല്ലെങ്കിലും പെണ്ണും പെടക്കോഴി ഉണ്ടെങ്കിലല്ലേ കാര്യങ്ങൾക്കൊരു ഉത്തരവാദിത്തം ഉണ്ടാവുള്ളൂ. തീരെ വയ്യാത്തോണ്ടാ, ഇല്ലെങ്കിൽ തള്ളയും കൂടെ വന്നേനെ. അച്ഛനാ? ഓ ഇരിക്കേ. നിനക്ക് എന്ത് പണിയാന്നാ പറഞ്ഞേ? താറാവ് കൃഷിയാ. താറാവുകാരന്മാർ ചെല്ലുന്നിടത്തൊക്കെ സംബന്ധം കൂടുന്ന കൂട്ടരാ. നമ്മുടെ വൈകൻ അക്കൂട്ടത്തിലുള്ള ആളല്ല. എന്തായാലും 10 റുപ്യന്റെ പോലും സ്ത്രീധനം വേണ്ടാന്ന് പറഞ്ഞല്ലോ, അതൊരു വലിയ കാര്യമാ. അല്ല, നാട്ടുകാര്യം പറഞ്ഞിങ്ങനെ ഇരുന്നാ മതിയോ? മറ്റു കാര്യങ്ങള് എന്നാ വാസന്തിയും ഇങ്ങോട്ട് വിളിച്ചോളൂ.
തുലാം 12-ാം തീയതി നല്ലൊരു മുഹൂർത്തം ഉണ്ട്. 12-ാം തീയതി എന്ന് പറയുമ്പോ വളരെ അടുത്തു പോയല്ലോ കണിയാരെ. അല്ല ഇത് എന്തിനാ വെച്ചിങ്ങനെ നീട്ടണേ? ഒന്നും വേണ്ടെന്ന് രാജപ്പൻ പറഞ്ഞെങ്കിലും വെറും കൈയോടെ ഇറക്കി വിടാൻ പറ്റുമോ? ഓ ഇനിയിപ്പോ നീട്ടി തന്നാ നീ എന്ത് കോപ്പ എടുത്ത് കൊടുക്കാൻ പോണത്? അച്ഛനൊന്നും മിണ്ടാതിരി. കൃഷ്ണേരനെ കണ്ടില്ലല്ലോ. അങ്ങോട്ട് കൊടുക്കുമോളെ. ചെറുക്കന് ആദ്യം കൊടുക്ക്. രാജപ്പോ കാര്യമായിട്ടൊന്നും ഇല്ലാട്ടോ, ഒരു ചടങ്ങായിട്ട് കൂട്ടിയാ മതി. പെണ്ണിനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാട്ടോ. കൃഷ്ണേരൻ എത്തിയല്ലോ. തോമസ് സാറും കൂട്ടരും പറഞ്ഞിട്ടുണ്ട്. ഈശ്വര, ഇങ്ങോട്ടോ? ഊര് ചുറ്റാൻ ഇറങ്ങിയതാ. വഴിയിൽ വെച്ച് എന്നെ കണ്ടു. വിവരങ്ങൾ അറിഞ്ഞപ്പോ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. വരണ്ടാന്ന് പറയാൻ പറ്റുമോ? എന്നാലും ഇവിടെ ഇരിക്കാനൊന്നും. അതൊന്നും സാരമില്ലടാ. ഇരിക്കെ, എല്ലാരും ഇരിക്കേ. സാറിന്റെ മുമ്പിൽ ഇവരിയ്ക്കുവോ? ഇതാണ് പയ്യനല്ലേ? അതെ. ഇരിക്കണോ? വേണ്ട, ഞാൻ നിന്നോളാം. സാർ ഇരുന്നാട്ടെ, എനിക്ക് എഴുന്നേക്കാൻ. അറിയാം. ഇരിക്കാനൊന്നും സമയമില്ല. ഞങ്ങളും ചുറ്റാൻ ഇറങ്ങിയതാ. വാസന്തിയുടെ കല്യാണ വിഷയം എന്താ ഞങ്ങളെ ഒന്നും അറിയിക്കാത്തെ? നിങ്ങളൊക്കെ വിളിക്കാന്ന് വെച്ചാ. വിഷമിക്കണ്ട, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. എന്നാ പിന്നെ കാര്യങ്ങൾ നടക്കട്ടെ. ഞങ്ങളിങ്ങനെ പോയപ്പോ ചുമ്മാ കയറിയെന്നേ ഉള്ളൂ. വന്ന സ്ഥിതിക്ക് ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോവായിരുന്നു. ഞാനത് പറയാൻ നാവങ്ങോട്ട് വളച്ചതേ ഉള്ളൂ. ഞങ്ങളുടെ ചായ കുടിക്കാവോ? അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? എനിക്കങ്ങനെ ജാതിമത വ്യത്യാസമോ വലിപ്പച്ചെറുപ്പോ ഒന്നും ഇല്ലെന്ന് ഇവൻ അറിഞ്ഞൂടെ? വിനോദേ, രാമു അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോവാം. എന്താ? ഷോ, വാ ഇരിക്കേ. ഇരിക്കേ ജയന്തി. വേണ്ട, ഞാനിവിടെ നിന്നോളാം. ആ, നിങ്ങളും ഇരിക്കേ. അപ്പോ എന്നേക്കാ കല്യാണം? തുലാം 12-ന് ഒരു മുഹൂർത്തം ഉണ്ടെന്ന് കണിയാര് പറഞ്ഞു. നന്നായി. നല്ല കാര്യങ്ങൾ നല്ല സമയത്ത് തന്നെ നടത്തണം. ദിവസം വളരെ അടുത്തുപോയി. കാര്യങ്ങൾ നടത്തി കൂട്ടുന്ന കാര്യം ആലോചിക്കുമ്പോ അതൊക്കെ നടക്കൂടാ. പണത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാനില്ലേ ഇവിടെ. അയ്യോ, നനഞ്ഞടം കുഴിക്കുന്നത് ശരിയാണോ? കണ്ണോപ്പറേഷൻ എന്നെ ഒത്തിരി കാശാവുന്നല്ലേ സാറ് പറഞ്ഞേ? പണം ഓരോ ആവശ്യങ്ങൾക്കുള്ളതല്ലേടാ. എത്രയാന്ന് വെച്ചാ നീ പറഞ്ഞാ മതി. ഓ ദൈവ ഞങ്ങളുടെ ഇതിനെന്താ ഞാൻ ചെയ്യണ്ടേന്ന്? നിനക്ക് ചെയ്യാൻ പറ്റണത് ചെയ്താ മതി. എന്താ കൃഷ്ണേട്ടാ പറയണേ? കൊട്ടിപ്പാടാനല്ലാതെ എന്നെ കൊണ്ട് എന്താ പറ്റാ? അത് തന്നെയാ പറഞ്ഞേ. നല്ല അസലൊരു പാട്ടൊന്ന് പാടുക, അല്ലേ തോമസ് സാറേ? ആ, ബംഗ്ലാവിൽ ഒന്ന് പാടാൻ വേണ്ടി ഓർത്തോർത്തുണ്ടാക്കിയതാ. മുഴുവൻ അങ്ങോട്ട് ശരിയായിട്ടുണ്ടോന്ന് അറിയില്ല. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. അതൊന്നും കുഴപ്പമില്ല, നീ പാടടാ. കണ്ണുനീരിനും ചിരിക്കാനറിയാം, കഥനം മറക്കാൻ കഴിഞ്ഞ കണ്ണുനീരിനും ചിരിക്കാനറിയാം, കഥനം മറക്കാൻ കഴിഞ്ഞ കാട്ടുമുളയ്ക്കും പാടാനറിയാം, കാറ്റിൻ ചുംബനമേറ്റ കണ്ണുനീരിനും ചിരിക്കാനറിയാം, കഥനം മറക്കാൻ കഴിഞ്ഞാൽ ഗോപുര വാതിൽ തുറക്കും കാരുണ്യമേ, എനിക്കു വേണ്ടി പ്രകാശഗോപുര വാതിൽ തുറക്കും കാരുണ്യമേ, നിൻ തിരുനടയിൽ ചൊരിയുന്നോ ഞാൻ മാന
മാനസപൂജ പുഷ്പങ്ങൾ മാനസപൂജ പുഷ്പങ്ങൾ കണ്ണുനീരിനും ചിരിക്കാനറിയാം കഥനം മറക്കാൻ കഴിഞ്ഞാൽ കാട്ടുമുളയ്ക്കും പാടാനറിയാം കാറ്റിൻ ചുംബനമേറ്റാൽ കണ്ണുനീരിനും ചിരിക്കാനറിയാം കഥനം മറക്കാൻ കഴിഞ്ഞാൽ കഥനം മറക്കാൻ കഴിഞ്ഞാൽ വാസന്തി വസന്തി വസന്തി എന്തേ തിരിഞ്ഞു നടന്നേ എന്നെ കണ്ടിട്ടാ നിശ്ചയത്തിന് തോമസ് സാറും കൂട്ടരും വന്നതുകൊണ്ട് ഒന്നും ചോദിക്കാനും പറയാനും പറ്റില്ല എന്നാണ് ഇവന്റെ പരാതി. ഇപ്പൊ വേണേ ചോദിച്ചോ, ഞാൻ മാറിയേക്കാം. ഞാൻ പോട്ടെ. എന്താ അത്ര ധൃതി? ഞാൻ കെട്ടാൻ പോണ പെണ്ണല്ലേ? അത് പിന്നെ പിന്നെ ഒന്നുമില്ല, ഞാൻ പോവാ. അതെ, എന്താത്ര നാണിക്കാൻ? അമ്മ എന്നോട് ചോദിച്ചു പെണ്ണിനെ എനിക്ക് ഇഷ്ടായോന്ന്. 100 വട്ടം ഇഷ്ടായെന്ന് ഞാൻ പറഞ്ഞു. എന്റെ ഇഷ്ടം അമ്മയുടെ ഇഷ്ടം. സ്ത്രീധനായിട്ട് ഒരു തരി പൊന്നു പോലെ എനിക്ക് വേണ്ട. എനിക്കുള്ള സ്ത്രീധനം വാസന്തിയാ. എന്താ സത്യമല്ലേ? വാസന്തിയെ പോലെ ഒരു പെണ്ണിനെ കിട്ടണത് ഏതൊരുത്തിന്റെ ഭാഗ്യ. ഭഗവാനെ കൃഷ്ണായ വാസുദേവായ ഇറങ്ങീനന്ദനായ ചൂടകുമാരായ ഗോവിന്ദായ നമോ നമ. കൃഷ്ണ ഗുരുവായൂരപ്പ. എന്താ എന്തൊക്കെയാ നീ ഇതിൽ എഴുതിയിരിക്കുന്നത്? മരിച്ചവരുടെ കണ്ണെടുത്ത് വെച്ച കാഴ്ച കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല. കഥയിലും നോവലിലും ഒക്കെ അവന്മാരങ്ങനെ പരന്നു എഴുതും. എന്താ? മരിക്കാൻ നേരത്തെ കാമുവിന് കണ്ണുദാനം ചെയ്ത ഒരു പെണ്ണിന്റെ കഥ ഏതോ ഒരു സണ്ണി ഇതിനകത്ത് എഴുതിയിരിക്കുന്നു. അത് കണ്ടോണ്ട് ഇവൾ എഴുതിക്കൊണ്ട് വന്നിരിക്കുന്നത് കണ്ടോ? അതെ, മരിച്ചവരുടെ കണ്ണെടുത്ത് വെച്ച കാഴ്ച കിട്ടുവോ, കണ്ണെടുക്കാൻ എവിടെയാ എഴുതി കൊടുക്കേണ്ടത് എന്നൊക്കെ ചോദിച്ചാ ഞാൻ എന്നാ പറയാനാ? നീ എന്തിനാ ഇതൊക്കെ അറിയുന്നേ? ജീവിച്ചിരിക്കുമ്പോൾ തന്നല്ലേ നീ കണ്ണു കൊടുക്കാൻ പോണത്. പിന്നെ മരിച്ചവരുടെ കണ്ണന്വേഷിച്ച് പോണത് എന്തിനാ? നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണ്ടേ വാസന്തി? നിന്റെ ഒരു കാര്യം. എന്താ മോളെ ഇങ്ങനെയൊക്കെ? രാമോട്ടിന് വേണ്ടി എല്ലാം മറക്കാമെന്ന് തീരുമാനിച്ചിട്ട് നോക്കിയേ, കാഴ്ച കിട്ടിയ ആദ്യം നിന്നെ കാണാനാ കൊച്ചേട്ട കൊതിക്കണ. നീ ഇല്ലെന്നറിഞ്ഞ പിന്നെ കൊച്ചേട്ടൻ ജീവിച്ചിരിക്കില്ല. ചതിക്കല്ല മോളെ. നീ എന്തായി പറയുന്നേ? എന്റെ അറിവിൽ ജീവിച്ചിരിക്കുന്നവരുടെ കണ്ണെടുത്ത് അങ്ങനെ ആരും മാറ്റിവെക്കാറില്ല. അതിനായി ബാങ്കിൽ ആപ്ലിക്കേഷൻ കൊടുത്ത് കാത്തിരിക്കണം. ദാനം ചെയ്യാമെന്ന് എഴുതി കൊടുത്തിട്ടുള്ള ആരെങ്കിലും മരിച്ചാൽ അവരുടെ കണ്ണെ ട്രാൻസ്പ്ലാന്റ് ചെയ്യൂ. അപ്പൊ പിന്നെ ഓപ്പറേഷന്റെ കാര്യം ഡോക്ടറോട് സംസാരിച്ചത് തോമാച്ചൻ അവരോട് പറഞ്ഞതോ? തോമാച്ചൻ അങ്ങനെ പലതും അവരോട് പറഞ്ഞെന്നിരിക്കും. അതൊക്കെ നമ്മുടെ വെറും ഒരു പ്രകടന പത്രികയല്ലയോ? പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ നടത്താൻ ഇവിടെ ആർക്കെങ്കിലും പറ്റുമോ? ദിസ് ഇസ് ടു മച്ച്. ഇത്രയും ക്രൂരത ആരോടും കാണിക്കരുത്. ആ പാവത്തിന് കണ്ണു കിട്ടുമെന്നുള്ള ഒറ്റ വിശ്വാസത്തിലാ പിറ്റി ചീന്തിയിട്ടും ആ കുട്ടികൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. അവരെ ചതിച്ചാലുണ്ടല്ലോ. ജയന്തിക്കെന്താ ഒരു പ്രതിപക്ഷത്തിന്റെ ഭാഷ? മനുഷ്യത്വം ഉള്ളതുകൊണ്ട്, ഞാനും അവരിലൊരുത്തി ആയതുകൊണ്ട്. എങ്കിലൊരു കൊടിയും പിടിച്ചിറങ്ങാമായിരുന്നില്ലേ? ഇറങ്ങിയനെ. ഞാൻ ചെല്ലുന്ന നോക്കി കാത്തിരിക്കുന്ന ഒരു കുടുംബം എനിക്കില്ലായിരുന്നെങ്കിൽ പണ്ടേ ഇറങ്ങിയനെ. അല്ലാതെ ഇങ്ങനെ വെളിപ്പുറത്ത് വരുന്ന പെണ്ണായി നിങ്ങളുടെയൊക്കെ വരുതിക്ക് നിൽക്കാൻ വരില്ലായിരുന്നു ജയന്തി. ഷട്ട് യുവർ ബ്ലഡി മൗത്ത്. നീ ആരോടാ സംസാരിക്കുന്നറിയോ? അറിയാം. ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കണ പൊളിറ്റിക്കൽ ക്രിമിനൽസിനോടാണെന്ന് ശരിക്കും അറിയാം. വേണ്ട, ദേ നമ്മൾ തമ്മിൽ ഒരു 25,000 രൂപയുടെ എഗ്രിമെന്റേ ഉള്ളൂ. അല്ലാതെ
നിന്റെയൊക്കെ എന്ത് വൃത്തികേട് സഹിച്ച് അടിമയായിട്ട് നിൽക്കാമെന്നൊന്നും ഞാൻ ഏറ്റിട്ടില്ല. വേണ്ടടി, പറഞ്ഞ തുകയും വാങ്ങിക്കൊണ്ട് നീ ഇറങ്ങിക്കോ. നിന്റെ സേവനം ഇനി ആവശ്യമില്ല. വേണമെന്ന് പറഞ്ഞാലും ഇനി ഇവിടെ നിൽക്കില്ല. എങ്കിൽ പോടി. എന്താ വിനോദ ഇത്? ഇങ്ങനെയുള്ള എടുത്തുചാട്ടം ശരിയല്ല. ദാ എന്നെ നോക്ക്, ഭൂമി കുലുങ്ങിയാലും തോമാച്ചൻ കുലുങ്ങിയാലാ. അവള് പോട്ടെ തോമാച്ച, അല്ലേലും പറഞ്ഞു വിടണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. നമുക്കെന്തിനാ ഇവള്? ഓ അങ്ങനെ ഗ്രാമത്തിലെ മുല്ലപ്പൂക്കൾക്ക് അഡിക്റ്റ് ആയി അല്ലേ? വാസന്തിയും ലക്ഷ്മിയും അവരെ പറ്റി ഓർക്കുമ്പോ തന്നെ ഒരു ചന്ദനത്തിന്റെ സുഗന്ധമാണ്. അവരെ ഒന്നുകൂടി വിളിക്കണ്ട തോമാച്ച. റിസ്ക് ഉള്ള കാര്യമാണ്, പക്ഷേ നിന്നെ എനിക്ക് വേണമല്ലോ. ഇവിടെ ആരും ഇല്ലേ ഭവാനിയമ്മേ? ഓ ആരാ? ഞാനാരാമോ? ഓ മേസ്തിരിയോ? ഇരിക്ക. ഇരിക്കാനൊന്നും സമയമില്ല. 2 ദിവസം ആയല്ലോ ഭവാനിയമ്മയെ കൊണ്ട് കണ്ടിട്ട്. അമ്മയ്ക്ക് ശ്വാസം മുട്ട് കൂടുതലായോണ്ട് വൈദ്യരെ കാണാൻ പോയിരിക്കുക, മരുന്ന് വാങ്ങിക്കാൻ. ആ അതാ മുതലാളി പറഞ്ഞത്, വാസന്തിയെങ്കിലും അങ്ങോട്ട് അയക്കാൻ. മുതലാളിയുടെ കൂടെ വന്ന മന്ത്രിയുടെ മോനെ നാളെ ഡൽഹിക്ക് പോവാണത്രേ. എന്തൊക്കെയോ പലഹാരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് പോണം പോലും. കുട്ടി ഒന്ന് വേഗം വരിക. അയ്യോ, ഞാൻ അവളെയും കൂട്ടി ഇപ്പൊ തന്നെ ജവളിക്കടയിലേക്ക് പോയിരിക്കുക. അല്ലെങ്കിൽ എനിക്ക് വരാൻ പറ്റില്ല. അതെന്താ കുട്ടി നീ അങ്ങനെ പറയുന്നത്? നിന്റെ കല്യാണ ചെലവിന്റെ കാര്യത്തിൽ പോലും രാമുവിനെ സഹായിക്കുന്ന മുതലാളിയല്ലേ? ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വരില്ല. പോരുതടി, നീ കൊച്ചി മഹാരാജാവിന്റെ പെങ്ങളല്ലേ? ഉപകാരം ചെയ്യണവരോട് നന്ദി കാണിച്ചാ പത്രാസ് കുറഞ്ഞു പോയാലോ? നന്ദിയില്ലാത്ത ശവങ്ങള്. വാസന്തിയേ, എന്താ വെച്ചട്ടാ? ഒന്നിങ്ങോട്ട് വന്നേ. എന്റെ മോളെ വീട്ടുപണിക്ക് വിടാൻ ഇഷ്ടണ്ടായിട്ടല്ല. എങ്കിലും അച്ഛൻ പറഞ്ഞ പോലെ ഉപകാരം ചെയ്യുന്നവരോട് നമുക്ക് ഇത്തിരി നന്ദി വേണ്ടേ? തുണിക്കടയിലേക്ക് ലക്ഷ്മിയും കൂട്ടി പോയിക്കോളാം. എന്റെ മോളെ ചെല്ല്. കല്യാണം അടുക്കും തോറും ചങ്ക് പിടയ്ക്ക. 4 ആളെ കൊണ്ട് മോശം പറയിപ്പിക്കാതെ അന്തസ്സായിട്ട് നിന്നെ ഇറക്കി വിടണ കൊച്ചേട്ടന്റെ മോഹം. തോമസ് സാറ് കനിഞ്ഞു വല്ലതും തന്ന. വേണ്ട, അങ്ങനെ ആരും കനിഞ്ഞിട്ട് എനിക്ക് കല്യാണം വേണ്ട. കൊച്ചേട്ടന് ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ. പറയണത് അങ്ങോട്ട് കേക്ക്. കല്യാണക്കാര് മാത്രമാണോ? ആ തോമസ് സാർ ഇല്ലായിരുന്നെങ്കിൽ ഈ ജന്മത്തിൽ കൊച്ചേട്ടന് കാഴ്ച കിട്ടുന്നു തോന്നണുണ്ടോ? ഓപ്പറേഷനുള്ള എല്ലാ ചെലവും ചെയ്യാൻ നേരിട്ടിരിക്കുക ആ നല്ല മനുഷ്യൻ. സാറിന് എന്തെങ്കിലും നമ്മളോടൊരു മുഷ്ടില് തോന്നിയ എന്താ നീയൊന്നും മിണ്ടാത്തെ? പോവാം കൊച്ചേട്ടാ, ഞാൻ പോവാം. എന്റെ കൊച്ചേട്ടന് കാഴ്ച കിട്ടാൻ വേണ്ടി എന്ത് വേണം ചെയ്യാം. എനിക്കറിയാം കൊച്ചേട്ടൻ പറഞ്ഞ നീ കേക്കാണ്ടിരിക്കില്ല എന്ന്. കഴുതക്കുട്ടി. നീ എന്താ മരോട്ടിക്കാതെ നിന്ന് കാക്കയപ്പുറം നിൽക്കുന്നേ? നോക്കിയെടുക്ക്. ലക്ഷ്മിട്ടിയെ, കൊക്കിലോ നിങ്ങളെ കൊത്തിയാ മതി കേട്ടോ. പക്ഷെ കണ്ട അടിപൊളിയായിരിക്കണം. ആള് വെളുത്തിട്ടോ കറുത്തിട്ടോ? ഈ ശബ്ദം എവിടെ കേട്ടിട്ടുണ്ടല്ലോ. നമ്മൾ തമ്മിൽ ഒരിക്കലും പരിചയപ്പെട്ടിട്ടുണ്ട്. എവിടെ വെച്ച്? അത് ബസ്സിൽ വെച്ച്. ഓഹോ, നമ്മടെ കണ്ണട. കണ്ണടയോ? ആ കൃഷ്ണേട്ടൻ ഞാൻ അന്ന് പറഞ്ഞില്ലേ, ബസ്സിൽ വെച്ച് കണ്ണട അടി. അത് ഇയാളാണോ? അതന്നെ. ഇയാളുടെ നിറമുണ്ടോ? ഇതാ ഞാൻ പറഞ്ഞത്, വാസന്തിയെ കൂടെ കൊണ്ടുവരായിരുന്നെന്ന്. ഓ, അതെങ്ങനെ കൃഷ്ണേട്ടാ? തോമസ് സാർ അത്യാവശ്യമായിട്ട് ചെല്ലണം എന്ന് പറഞ്ഞാ പോകാതിരിക്കാൻ പറ്റുമോ? ആ അത് ശരിയാ. ആ നിനക്കിത് ഇഷ്ടപ്പെട്ടോ? ഓ, കിട്ടിയോ? ആ കൊള്ളാം. തത്ത ചീട്ട് കൊത്തിയെടുക്കണ പോലെ കീറി കൃത്യം. വാസന്തിക്ക് നന്നായിട്ട് ചെയ്തു. എന്താ കളറ്? ആ അത് ആ മജന്തിയോ? അതെന്ത് കളറാ? അത് ഈ ചുവപ്പും മഞ്ഞയും കറുപ്പും ഒക്കെ കൂടെ ചേർന്നിട്ടുള്ളൊരു മജന്ത കളറാ. ആവൂ, ഞാൻ കേൾക്കാത്ത കളറുകൾ ഇനി ഒരുപാട് ഉണ്ടല്ലേ എന്റെ ഭഗവതി. എന്താ എന്താ? മാച്ചിങ് ബ്ലൗസ് ആണോ? എന്നാ വാ. ഈ തുണികൾ തിരഞ്ഞെടുക്കാനും അതിന്റെ പൊരുത്തം നോക്കാനും പെൺപിള്ളേർക്കുള്ള അത്ര മിടുക്ക് ഈ ഭൂമി ആർക്കുമില്ല. ആ ലക്ഷ്മി എന്തോ ഒരു ആംഗ്യം കാണിച്ചു, എനിക്കൊന്നും മനസ്സിലായില്ല. ആ പെൺകൊച്ചിന് മനസ്സിലായി. അത് പിന്നെ മനസ്സിലാവാതിരിക്കോ? അത് അവരുടെ ഡിപ്പാർട്ട്മെന്റ് അല്ലേ കൃഷ്ണേട്ടാ? എന്താ ഇങ്ങനെ പരിഭവിച്ചു നിൽക്കുന്നേ? സത്യം പറഞ്ഞ തന്റെ ഈ പരിഭവിച്ച മുഖം കാണാനാ ഭംഗി. എന്റെ കൂടെ പോരുന്നോ ഡൽഹിയിലേക്ക്?
വാസന്തിക്ക് പറ്റിയൊരു ജോലി ഞാൻ അവിടെ ശരിയാക്കി തരാം. എന്താ? ആഹാ, കിന്നരിച്ചോണ്ടിരിക്കാണോ? രാത്രി ആവുമ്പോഴത്തേക്ക് അങ്ങ് എറണാകുളത്ത് എത്തണം. ഏർലി മോർണിംഗ് ഫ്ലൈറ്റിന് പോകേണ്ടതാ. ചെല്ല് എല്ലാം പോയി പാക്ക്. ഓക്കെ. മിടിക്കുക നീ. എനിക്കിഷ്ടമായി. നീ എനിക്ക് ചെയ്തു തന്നത് വലിയൊരു ഉപകാരം. അത് പറഞ്ഞാ നിനക്ക് മനസ്സിലാവില്ല. ദാ, ഇത് വെച്ചോ. പോരെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട. പിന്നെ ഇവനെ യാത്രയാക്കിയിട്ട് ഞാൻ നാളെ എത്തും. ചെല്ലേ. രാമുവിന്റെ കയ്യിൽ പണം കൊടുക്കണം. കല്യാണത്തിന് ഒരുപാട് ചെലവുള്ളതല്ലേ. അതും ഇതും ആലോചിച്ച് തല പുണ്ണാക്കരുത്. ജീവിക്കാൻ പഠിക്കണം. നടന്നൊക്കെ ഒരു തമാശയായിട്ട് കൂട്ടിയാൽ മതി. ചെല്ലേ. ആ, രാമേ, ഓ, കല്യാണത്തിനുള്ള തുണിച്ചെറുക്കൾ എടുക്കാൻ പോയതല്ലേ? ആ, വാസന്തിയോ? അവള് വന്നില്ല. എല്ലാം ലക്ഷ്മിയെ ഏൽപ്പിച്ചു. ആഹാ, കാര്യങ്ങളെല്ലാം ഇപ്പോഴേ നാട്ടിൽ ഏൽപ്പിച്ചു കഴിഞ്ഞുല്ലേ? ലക്ഷ്മിയെ അതിങ്ങെടുത്തോ. കൂടെ കൃഷ്ണേട്ടൻ ഉണ്ടായിരുന്നു. ചന്തോസ് ആയതുകൊണ്ട് ആള് കടയിൽ പോയി. ദാ, ഇതൊന്ന് നോക്കിക്കേ. ആർക്കുള്ളതാ? നാണിയമ്മയ്ക്ക് തന്നെ. എനിക്കോ? എന്താ, ഇഷ്ടായില്ലേ? കരയണോ? എന്തിനാ കരയണേ? ആളുകളുടെ മുഴുവൻ തുണി അതൊക്കെ എനിക്ക് ഇതുവരെ ഞാനൊരു കോടി തുണി വാങ്ങി തന്നിട്ടില്ല. എന്റെ സ്വന്തം ചോടലുള്ള ഒരു മോളും എന്നെ ഓർത്തല്ലടാ മോനെ. എന്റെ മോനെ, എന്റെ മോൻ. ഇത് കൊടുത്തോണ്ട് വേണം വാസന്തിയുടെ കല്യാണത്തിന് വരാൻ. വരട്ടെ ലക്ഷ്മിയെ. തുണികൾക്കൊക്കെ തീ പിടിച്ച വിലയാ. ലക്ഷ്മിയുടെ കയ്യിൽ 150 രൂപ ഉണ്ടായിരുന്നു. കൃഷ്ണേട്ടൻ കുറച്ച് പൈസ കടം തന്നു. ഉള്ളതുകൊണ്ട് ഓണം പോലെ. ഇത് ഷർട്ട് രണ്ടെന്നുണ്ടല്ലോ. ആർക്കാ? അച്ഛനും ചേട്ടനുള്ളതാ. അച്ഛൻ എന്തിനാടാ ഷർട്ട്? എന്താടാ, എനിക്ക് ഷർട്ട് ഇട്ടാ കൊള്ളൂലേ? അല്ല, അച്ഛൻ ഷർട്ട് ഇടാറില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. രണ്ടാം സാരി കണ്ടിട്ട് കല്യാണ സാരി പോലെ ഉണ്ടല്ലേ? വാസന്തി വന്നല്ലോ. ആവൂ, വന്നോ? സരോജേ, ആ മജന്റെ സാരി നമ്മളെ കാണിച്ചേന്. അവൾക്ക് ഇഷ്ടായിന്നറിയാലോ. അടിപൊളിയായിട്ടുണ്ട്. ഇവളുടെ കളറിന് നല്ല ചേർച്ച അല്ലേ സാറോ? തോമസ് സാർ എന്ത് പറഞ്ഞു? വല്ലതും തന്നോ? എനിക്ക് ഈശ്വര, എന്തായി കാണണേ? എന്താമ്മേ? 100ന്റെ 2 കെട്ടാ. അളിയാ, കോൾ അടിച്ചല്ലോ അളിയാ. തോമസ് സാർ അങ്ങനെയാ. പാവങ്ങളോട് ഇത്രയും ദയുള്ളൊരു മനുഷ്യൻ. ഞാനെന്ന് പണിക്ക് പോകാൻ പറഞ്ഞപ്പോ നിനക്ക് എന്ത് വെമ്മിട്ടായിരുന്നു. ഇപ്പൊ കണ്ടോ? നേരം സന്ധ്യയായി. കയ്യും കാലും മുഖവും കഴുകി വിളക്ക് വെക്കാൻ നോക്ക്. എന്താ നിന്റെ മുഖത്തിനൊരു വാട്ടം? വല്ലാത്തൊരു തലവേദന. തലവേദനയോ? ഇങ്ങോട്ട് വന്നേ നോക്കട്ടെ. സാരല്ലോ കൊച്ചട്ടാ. പാവം. അമ്മേ, നെറ്റിയിൽ ഇത്തിരി ഉള്ളി ചതച്ചിട്ട് കൊടുക്ക്. എന്താണാവോ? കല്യാണത്തിന്റെ തീയതി എടുക്കുമ്പോഴേ ഇങ്ങനെ തലവേദനയൊക്കെ ഉണ്ടാവും കൊച്ചേട്ടാ. നെഞ്ചിലെ പെടപെടപ്പുണ്ട. അതെയോ? ഇങ്ങനെ ഒരു കഴുതക്കുട്ടി. വാസന്തിയെ, വാസന്തി, നേരം വെളുക്കുന്ന മുമ്പ് ഇവളെവിടെ പോയി? വാസന്തിയെ, വാസന്തിയെ, ഇന്നലെ രാത്രി തൂക്കുപാലത്തിൽ നിന്ന് ആരോ ചാടിയെന്ന് കേട്ടിരുന്നു. രാവിലെ ശവം പൊങ്ങിയപ്പോഴല്ലേ ആളെ മനസ്സിലായത്. കഷ്ടമായിപ്പോയി. നമ്മുടെ രാമുവിന്റെ പെങ്ങള് വാസന്തിയുടെ ശവം പുഴയെ പൊങ്ങി.
ധന്യേ പരമാർത്ഥമെന്നോടു ചൊല്ലു നീ പഞ്ചഭൂതാത്മകം ദേഹമേറ്റഞ്ചടം സഞ്ചിതം ത്വന്മാംസരക്താസ്തി കൊണ്ടടോ നിശ്ചേഷ്ട കഷ്ടതുല്യം ദേഹമോർക്കനീ നിശ്ചയമാത്മാവ് ജീവൻ നിരാമയൻ നീ കുറച്ചു നേരമെങ്കിലും ഒന്ന് ഇരിക്കേ. അവളെ കൊണ്ട് കിടത്തിയോ കൃഷ്ണേട്ടാ? ഇപ്പൊ കൊണ്ടുവരും. അവൾക്കുള്ള കുഴി തെക്കപ്പുറത്തെ തൈത്തെങ്ങിന്റെ ചോട എടുത്താ മതി. എന്നോട് പഴുക്കിടുമ്പോ പിണങ്ങി അവൾ അവിടെ പോയിരിക്കണേ. അവിടെ തന്നെ ആ കുഴി എടുത്തേക്കണേ. രാമു, സാമ്പ്രാണിത്തിലൂടെ വെച്ചേക്കണം. ചുമരിൽ എന്റെ തോൾ സഞ്ചിയിലുണ്ടാവും. വാസന്തിയെ കാണാൻ ഒത്തിരി ആളുകൾ വന്നിണ്ടാവില്ലേ കൃഷ്ണേട്ടാ? ആ, നാട്ടുകാരെല്ലാരും ഉണ്ട്. മോളെ അവളെ കൊണ്ട് കിടത്തിയോ കൃഷ്ണേട്ടാ? എനിക്ക് അവളെ ഒന്ന് ചെല്ലേ. വാസന്തേ, നിന്റെ കണ്ണുകളും നീ കുത്തിയിടുന്ന് കണ്ടല്ലോ. ഇപ്പൊ എന്നെ പോലെ നിനക്കൊന്നും കാണാൻ പറ്റണില്ലല്ലേ? അമ്മേ, അച്ഛൻ കണ്ടോളെ. വേണ്ട, എനിക്കവളെ കാണണ്ട. കൊണ്ടുപോകാനാണെങ്കിൽ ഞാനൊരുത്തനുണ്ടായിരുന്നല്ലോ ഇവിടെ. ആർക്ക് വേണ്ടിയിട്ടാ ഇട്ടേക്കണത്? കാലനും കൂടി വേണ്ടായോ എന്നെ? കല്യാണത്തിന് ഇഷ്ടമില്ലാക്കി പറഞ്ഞുകൂടായിരുന്നോടെ മോളെ. ചേട്ടൻ എന്തിനാ ഇങ്ങനെ പറ്റിച്ചേക്കായിരുന്നു കുട്ടി? സാറ് പറഞ്ഞുകൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യാതെ ശരീരം വിട്ടുകിട്ടി. സാറേ, എന്റെ മോള് കിടക്കണ കണ്ടോ സാറേ? മോളെ വാസന്തിയേ, തോമസാറ് വന്നേക്കണേ. തോമാച്ചാറ് വന്നോ? ചേട്ടന് കണ്ണു കിട്ടൂന്ന് പറഞ്ഞ് തുള്ളി ചാടി നടന്നു. രാമു, വാസന്തി കിടക്കണ കണ്ണുണ്ടോ? എന്തെങ്കിലും ചങ്കിലും ഒളിപ്പിച്ചു വെക്കും. ആരോടും പറയില്ലേ? എന്താ കാര്യം പറഞ്ഞാലേ അറിയാൻ പറ്റൂ. സാറേ, എന്റെ വാസന്തി ആശുപത്രിക്കാര് വെട്ടിക്കീറാതെ രക്ഷിച്ചില്ലേ? ഇതിനെന്താ ഞാൻ ചെയ്യേണ്ടത് അറിയില്ല. പോട്ടടാ, ഒക്കെ വിധിയാ. അതെ, ഒക്കെ വിധിയാ. എന്താ കാണിക്കണോ? എന്റെ വാസന്തി
പന്നിയെ കൊന്നിട്ട് എന്താ കാണിക്കണോ? പോകരുതവരെ ഒരു മാവേലി തമ്പരാൻ വന്നിരിക്കുന്നു. ഇവൻ ആരാണെന്ന് അറിയാവോ? ഇവൻ ദൈവമാണെന്ന് ഈ നാട് മുഴുവൻ പറഞ്ഞു നടന്നുകൊണ്ടിരുന്ന ഞാൻ. ഇവൻ കൊലയാളിയാണ്, കൊലയാളി. ചങ്കിനകത്ത് ഈശ്വരനെ പോലെ കൊണ്ടുവരുന്ന എന്നിട്ട് എന്റെ ലക്ഷ്മിനും വാസന്തിനും നശിപ്പിച്ചല്ലോ. ലക്ഷ്മി എന്റെ ലക്ഷ്മി മിണ്ടാപ്പാനായതുകൊണ്ട് ആരൊന്നും എന്നിട്ട് ഒന്നും അറിയാത്തത് പോലെ എന്റെ വാസന്തിയുടെ ശവം നിങ്ങൾ കേറി വന്നിരിക്കുക. എന്റെ പ്രാവിനെടുക്കാതെ ഇല്ല, ഇവനെ രക്ഷിക്കാൻ ഈ നാട്ടിൽ ആരും വരില്ല. വിടറിയാ വിടറിയാ അയാൾ ചത്തുപോകും. ഞാനാ പറഞ്ഞേ വിടാൻ. മതിയറിയാ വിടാൻ. വിട്. ചാമു, എന്താണ് നീ കളിച്ച്? കൊന്നല്ലോടാ. ചത്തോ? അയാള് ചത്തോ? ലക്ഷ്മിയെ, എനിക്ക് കണ്ണു വേണ്ട. ഞാൻ കണ്ണു പോയിച്ചത് കിട്ടിയ ശിക്ഷയത് വേണ്ട. എനിക്ക് കണ്ണു വേണ്ട. നശിച്ച് ലോകം കാണാൻ എനിക്ക് കണ്ണു വേണ്ട. കൃഷ്ണേട്ടാ, കൃഷ്ണന്റെ കൂടെ വേണം. എന്റെ വാസന്തിയുടെ കാര്യങ്ങൾ ഭംഗിയായി നടത്തണം. വാസന്തിയെ, കൊച്ചേട്ടൻ പോവണ്ടോ? എന്റെ മോന് കരയല്ലേ? എന്റെ മോന്